ഇന്ന് നമ്മൾ ഓവനൊന്നും ഇല്ലാതെ ഫ്രൈ പാനിൽ ചുട്ടെടുത്തിട്ടുള്ള ശർക്കര ബണ്ണിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ശർക്കര ബണ്ണ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 2 കപ്പ് അളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെയാണ്. ശേഷം നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴയ്ക്കാനായിട്ട് നമ്മളൊരു 1/4 കപ്പ് അളവിൽ ചെറിയ ചൂടിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ഏറ്റവും ചെറിയ ചൂടിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ച് നോക്കി. അപ്പോൾ കുഴച്ച് നോക്കിയപ്പോൾ ആ വെള്ളം തന്നെ ഇതിന് കറക്റ്റാണ്, പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ 1/4 കപ്പ് എടുത്തിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഇതിൽ ബാക്കി വെക്കുക. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് കുഴച്ച് നോക്കുക. പിന്നെ വെള്ളം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമ്മളിത് സാധാരണ ചപ്പാത്തിക്കെല്ലാം നമ്മൾ മാവ് കുഴച്ചെടുക്കില്ല, ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം മാവ് കുഴച്ചെടുത്തപ്പോഴേക്കും മാവെല്ലാം നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അടപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു 3/4 മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ തേങ്ങയും പഞ്ചസാരയും എടുത്തിട്ടുള്ള ആ ബൗളിൽ തന്നെ 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു ശർക്കരയാണ്. കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പഞ്ചസാരയും ശർക്കരയും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. പഞ്ചസാരയും ശർക്കരയും നന്നായിട്ട് മെൽറ്റായി വെള്ളമൊക്കെ നന്നായിട്ട് ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഡോ നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലെ എയറൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് ഉരുട്ടിയിട്ട് എടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. ഇനി കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 2 വശവും ആദ്യം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൽ കുറച്ച് കട്ടിയിൽ ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഒരുപാട് തിന്നാക്കി എടുക്കേണ്ട, കുറച്ച് കട്ടിയിൽ ഒരു പത്തിരിയുടെ വലിപ്പത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഈ ഒരു വലിപ്പത്തിലും കട്ടിയിലും പരത്തിയെടുത്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ആണ് വെച്ച് കൊടുക്കുന്നത്. ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡെല്ലാം നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഏത് പാനിലാണോ നമ്മളിത് ചുട്ടെടുക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 എണ്ണം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ശർക്കര ബണ്ണ് വെച്ചിട്ടുള്ള പാന് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും 1 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ വെക്കുക. 1 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോഴേക്കിത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.